അഹമ്മദാബാദിലുണ്ടായ അതിദാരുണമായ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം പങ്കുവച്ച് ബാലയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് വിമാനം പതിച്ചത്. സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖമാണ് എലിസബത്തിന്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന MBBS വിദ്യാർത്ഥികളും PG ഡോക്ടർമാരുമടക്കം 50 പേർ അപകടത്തിൽ മരണപ്പെട്ടുവെന്നാണ് എലിസബത്ത് പറയുന്നത്. ഞാൻ സുരക്ഷിതയാണ്. ഒരുപാട് ആളുകൾ, എൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ്. MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു. ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എലിസബത്ത് കുറിച്ചത്. എലിസബത്ത് PG ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരിക്ക് പറ്റിയവരെ കൊണ്ടുവന്നത്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്ന് എലിസബത്ത് പറയുന്നു. ദുരന്തമാണെന്ന് അറിയില്ലായിരുന്നു. അപകടം നടന്ന ഹോസ്റ്റലും ആശുപത്രിയും തമ്മിൽ 1 കിലോമീറ്റർ ദൂരമുണ്ട്. കൂടുതൽ ആളുകളെ മരിച്ച നിലയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഇതുവരെ മലയാളികളില്ലെന്നാണ് സൂചന. 63 പേരടങ്ങുന്ന മലയാള ഗ്രൂപ്പ് വാട്സപ്പിലുണ്ട്. അതിലുള്ള എല്ലാവരും സുരക്ഷിതരാണ്. കുറേ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. DNA പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാൻ കഴിയൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ആശുപത്രിയിൽ നിന്ന് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 50ഓളം പേർ മരിച്ചതായാണ് സൂചന. MBBS വിദ്യാർത്ഥികളുടെ മിസ്സിലും PGയിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലിലുമാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. മെസ്സിൽ പക്ഷേ എല്ലാവരും വരാറുണ്ടായിരുന്നു. MBBS വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ സമയത്താണ് അപകടം നടക്കുന്നത്. 50 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ 25ലധികം ആളുകൾ കാണാതായെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. കാണാതായ കുട്ടികളുടെ കുടുംബത്തെ DNA പരിശോധനയ്ക്കായി വിളിച്ചിട്ടുണ്ട്. ഇന്നലത്തെ കണക്ക് അനുസരിച്ചാണ് 50 പേരുടെ മരണസംഖ്യ പുറത്തുവിട്ടത്. അപകടം നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് എലിസബത്ത് പറയുന്നു.